make sure you guys like the movie part 2. Let's see. Let's go and right to it. Boom. സച്ചി ഇപ്പം എൻ്റെ വീടത് താങ്ങി പിടിക്കും. ഇത് സെയിൽസ് എഗ്രിമെന്റ് വിത്ത് അഡ്വാൻസ് പേയ്മെന്റ് ആണ്. ഇത് രജിസ്റ്റർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് ഡിസ്പ്യൂട്ടബിൾ എവിഡൻസ് ആയിരിക്കും. ഇത് എങ്ങനെ കിട്ടിയത്? വാങ്ങാൻ വരുന്ന സുലൈമാൻ തന്നെ തന്നത്. ടീച്ചർ മരിച്ചുപോയി എന്ന ബോധ്യത്തിലും ആ ഒരു ഇമോഷനിലുമാണ് സുലൈമാൻ വസ്തു വാങ്ങാൻ തീരുമാനിച്ചത്. അന്നേരം രാധയ്ക്കും മഹേഷിനും ടീച്ചർ ജീവിച്ചിരിപ്പുള്ള കാര്യം അറിയാം. അവർക്ക് അറിയാമായിരുന്നു. പ്രൂവ് ചെയ്യാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ. അത് നോക്കാം സർ. Received advance of 2 lakhs for sale of property belongs to Saraswati K. ഇതിൽ ലേറ്റ് എന്ന് എഴുതിയിരിക്കുന്നു. അതൊരു പ്രശ്നമാണ്. എന്നാണ് ഇത്? ഇത് പുതിയ തെളിവായി കോർട്ടിൽ പ്രസന്റ് ചെയ്യും. സെക്ഷൻ 311 പ്രകാരം അപ്ലൈ ചെയ്യാം. നിങ്ങൾ അപേക്ഷയോടൊപ്പം ഈ രേഖയുടെ സർട്ടിഫിക്കറ്റ് കോപ്പി കൂടി ഹാജരാക്കണം. ശരി സർ. ഞാൻ പ്രോസിക്യൂഷൻ എക്സിബിറ്റായി ഉൾപ്പെടുത്താൻ അപേക്ഷിക്കാം. ഫോർജറി, ചീറ്റിംഗ് എന്നീ വകുപ്പുകൾ കൂടി ചേർക്കാൻ കഴിയും. കേസ് തന്നെ മാറുന്നില്ല സർ. അതെ, പക്ഷേ എഗ്രിമെന്റ് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ പ്രൂഫായി കാണിക്കാനാവില്ല. ഫ്രോഡിന് ഇന്ത്യനായാണ് വരേണ്ടത്. വ്യാജമായി മരിച്ചു എന്ന് പറഞ്ഞ് കാശ് കൈപ്പറ്റിയിരിക്കുന്നു. ഇത് നാളത്തെ വാദത്തിന് മുന്നോട്ട് വയ്ക്കാം. ഈ രേഖ നാളെ ആപ്ലിക്കേഷൻ ഒക്കെ സമർപ്പിക്കാം സർ. ഓക്കെ. ടീച്ചർക്ക് 3 മക്കളല്ലേ? അതെ സർ. മൂന്നാമത്തെ ആളല്ലേ? അവർ അഡ്വാൻസ് വാങ്ങിയ കാര്യം അറിഞ്ഞോ? ഞാൻ അറിയില്ല സർ. ഓക്കെ, നമുക്ക് നോക്കാം. ശരി സർ. ഞങ്ങൾ എന്നെ അറിയിക്കാം സർ. ആയിക്കോട്ടെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കും. ഓക്കെ സർ. ശരി. ഇതൊന്നും കേട്ട് ടീച്ചർ മേടിക്കണ്ട. കോടതി ഭാഷ ഇങ്ങനെ വല്ലാണ്ട് ട്രൈയാണ്. പിന്നെ കാര്യങ്ങൾ ഇമോഷണലായി കാണുകയും വേണ്ട. ധൈര്യമായിട്ടിരിക്കും. ശരി സർ. താങ്ക് യു സർ. ശരി. ടീച്ചറെ, ഇങ്ങനെ കുറെ സെക്ഷനും വകുപ്പും കുറെ കാലത്തേക്ക് നിരന്തരം കേൾക്കേണ്ടി വരും. മനസ്സിലായി. അതിപ്പോ ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ട്. വാദിയും പ്രതിയും കേസ് കഴിയുമ്പോൾ അത്യാവശ്യം നിയമങ്ങളൊക്കെ പഠിക്കും. അപ്പൊ ശരി ടീച്ചറെ, നാളെ നമുക്ക് കോർട്ടിൽ കാണാം. ശരി ശരി. ശരി മോളെ, പോയി വണ്ടി എടുത്തിട്ട്. എടുത്തിട്ടുണ്ട്. രക്ഷകർത്താവ് ഇപ്പോൾ എന്നോട് കൊണ്ടാക്കിയിട്ട് പോവും. വെറുതെ ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി അനുവദിച്ചിട്ടല്ലേ. കേസിന്റെ കുറച്ച് കാര്യങ്ങൾ അച്ഛനോട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കസേരയിട്ട് ഇരുത്തി ചായ തന്ന് സൽക്കരിക്കണമായിരിക്കും. അതല്ലേ അതിന്റെ ഒരു മര്യാദ. ആ മര്യാദക്കാരി സരസ്വതി ചത്തോ, ശ്രാദ്ധോ ആണ്ടോ ഒക്കെ കഴിഞ്ഞു. അതുകൊണ്ട് മര്യാദയുടെ കാര്യം എന്നോട് പറയണ്ട. പുതിയ സരസ്വതി അതങ്ങ് വേണ്ടാന്ന് വെച്ചു.
വെക്കരുത്. ഈ വീടും പുരയിടവും എന്റെ അധ്വാനമാണ്. ഞാനത് നിങ്ങളോട് മുന്നേ പറഞ്ഞതാ. ഞാൻ ഇവർക്ക് കൊടുത്ത സ്നേഹത്തിന്റെ രേഖകൾ ഇല്ലാതെ പോയി. അത് ഏറ്റുവാങ്ങിയ മനസ്സുകളാണ് അത് തിരിച്ചറിയേണ്ടിയിരുന്നത്. ചിലർക്ക് വൈകി തലോടി കൈകൾ പണ്ട് വല്ലാതെ ശിക്ഷിച്ച കൈകളാണെന്ന് ഓർമ്മയില്ല. രേഖകളില്ലാത്ത സ്നേഹത്തെ കുറിച്ച് എനിക്ക് ഒട്ടും ദുഃഖമില്ല. രേഖകളുള്ള വീടും പുരയിടവും ആരുടെ പേരിലും എഴുതി വയ്ക്കാത്തതിൽ എനിക്ക് സന്തോഷവുമുണ്ട്. മുന്നോട്ട് വന്നാൽ ഞാൻ നിങ്ങളെ ഉറപ്പായും തല്ലും. തിരിച്ച് നിങ്ങൾ എന്നെ തല്ലിയാലും എനിക്ക് പ്രശ്നമില്ല. കാരണം അതെനിക്ക് ഒത്തിരി കൊണ്ടും കുട്ടികൾക്ക് ഒത്തിരി കണ്ടും ശീലമുണ്ട്. പക്ഷെ നിങ്ങളെ തല്ലുന്നത് അത് അവർക്ക് ആദ്യ കാഴ്ചയായിരിക്കും. വീട്ടിൽ വന്ന് കയറുന്നവരോട് ഇങ്ങനെയാണ് പെരുമാറുന്നത്. എന്തെങ്കിലും ഒരു മര്യാദ വേണ്ടേ? ഓ, നിങ്ങൾ രണ്ടാളും കൂടി എന്നോട് കാണിച്ച മര്യാദ എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളുടെ അച്ഛനെ തല്ലുന്നതിന് സാക്ഷിയാവണ്ട എങ്കിൽ വേഗം വിളിച്ചോണ്ട് പൊയ്ക്കോ. കുടുക്കി അകത്താക്കിയപ്പോ എന്റെ പകയ്ക്കാണ് നിങ്ങൾ കണ്ണിലിട്ടത്. ഇനി സൂക്ഷിച്ചു. മോനെ, 1 മണിക്കൂർ ഡയലോഗൊന്നും വേണ്ട. 1 സെക്കൻഡ്, ഒരൊറ്റ സെക്കൻഡ് പണി തീർക്കും. നോക്കാം നമുക്ക്. പണി തുടങ്ങിയതല്ലേ ഉള്ളൂ. നോക്കാം. നോക്കാം. സാർ, മോഹന്റെ കൗണ്ടർ പെറ്റീഷൻ വഴി കേസിനെ ആകെ അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നുണ്ട്. എനിക്കിതിന് ടെൻഷനുണ്ട് സാർ. കാര്യങ്ങൾ ചെറിയവർക്കെതിരായാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതിൽ കുട്ടി ഒട്ടും അറിയാവുന്ന അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. Every trial is a duel between what happened and what is claimed. ഓരോ വിചാരണയും യഥാർത്ഥത്തിൽ സംഭവിച്ചതും ആരോ അവകാശപ്പെട്ടതുമായിട്ടുള്ള പോരാട്ടമാണ്. സത്യവും അസത്യവും തമ്മിലുള്ള അംഗം. ടെൻഷൻ വേണ്ട. നിയമം നമുക്ക് പോകണം. ബാക്കി നോക്കിക്കോളാം. ശരി. ഒരു മിനിറ്റ്. ഞാൻ സാറിനോട് ചോദിച്ചത് ശരിയാണെന്ന് എനിക്കറിയത്തില്ല. അത്രയ്ക്ക് ടെൻഷനുണ്ട് എനിക്ക്. അതുകൊണ്ട് ചോദിച്ചതാ. മനസ്സിലായി. എനിക്കെന്റെ അമ്മയെ എനിക്കെന്റെ സ്വന്തം പെങ്ങളെ പോലെ കഴിയണം. ഞങ്ങളുടെ മൊഴി ചെറുപിലെന്തെങ്കിലും പ്രശ്നമാണോ എന്റെ പേടി. കുളിച്ചോന്നെനിക്ക് അറിഞ്ഞൂടാ.